പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. 40 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 2 രൂപയുടെ അരി 70 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുമെന്ന് ആളുകൾക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. ക്ഷേമ പെൻഷനുകൾ 200 രൂപ പറഞ്ഞത് 400 രൂപയാക്കി വർദ്ധിപ്പിച്ച സർക്കാർ അത് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമാണെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകവും ഉച്ചഭക്ഷണവും കൊടുക്കുന്ന സർക്കാർ അവർക്ക് യൂണിഫോമും കൂടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ പവർ കട്ട് ഇല്ലാതെ കഴിഞ്ഞ 4 വർഷക്കാലം സുഗമമായിട്ട് കേരളത്തില് മേന്മയേറിയ വൈദ്യുതി കൊടുക്കുകയും മീറ്റർ വാടക ഒഴിവാക്കുകയും ചെയ്ത സർക്കാർ അത് ഇനിയും തുടരുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട്. അതുപോലെ തന്നെ LDF പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമാണ്. 180, 160 ദിവസവും മാത്രം നമ്മുടെ ട്രഷറി തുറന്നിരുന്ന സ്ഥലത്ത് ഇന്ന് കഴിഞ്ഞ 4 വർഷമായി ഒരു ദിവസം പോലും ട്രഷറി പൂട്ടാതിരിക്കുകയും മാർച്ച് 31 രാത്രി 12 മണി വരെ ട്രഷറും ബാങ്കും തുറന്നിരുന്നുകൊണ്ട് അവസാന ചെക്കും മാറ്റുന്നതിന് അവസരമുണ്ടാക്കിയതും ഈ കേരളത്തിലാണ് സാമ്പത്തിക മാനേജ്മെന്റ്. വാളയാർ ചെക്ക് പോസ്റ്റിൽ അഴിമതി അടച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിക്കൊണ്ട് 8 പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ട് 1.25 ലക്ഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് PSC വഴി നിയമനം നൽകിക്കൊണ്ട് കർഷക ആത്മഹത്യ അവസാനിപ്പിച്ചുകൊണ്ട് ഏത് രീതിയിലും നോക്കിയാലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പണം തൂക്കം മുൻപിൽ. അതുപോലെ തന്നെ ഈ അന്ന അൻസാരയുടെ സമരം ഇടതുപക്ഷത്തിന് വളരെ മുന്നോട്ടുള്ള ഒരു നീക്കമായി മാറിയിരിക്കുകയാണ്. സംശുദ്ധമായ ജയിലിൽ കിടന്നുകൊണ്ടല്ല, ജയിലിലേക്കുള്ള യാത്രാമധ്യയല്ല, കോടതിയുടെ വരാന്തയിലല്ല ഞങ്ങളുടെ നേതാക്കൾ പ്രസംഗിക്കുന്നത് പ്ലാറ്റ്ഫോമുകളിലാണ്. അങ്ങനെ അന്തസ്സായിട്ട് ജനങ്ങളോട് ഉള്ളു തുറന്ന് പ്രസംഗിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ എന്നെ കേൾക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും യാതൊരു തർക്കം ഉണ്ടാവില്ല. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇവരിത് കണ്ടനുഭവിച്ചതാണ്. അപ്പോ ഇവിടെ ആവശ്യം പാർട്ടിയും ഭരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, മറിച്ച് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാകണം, വ്യവസായിക മേഖലയ്ക്ക് ഉണർവുണ്ടാകണമെങ്കിൽ, തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമേ അതിനുള്ള ഇച്ഛാശക്തിയുള്ളൂ. ഇപ്പോ 2 രൂപയ്ക്കല്ല, ഞങ്ങൾ 1 രൂപയ്ക്ക് പാവപ്പെട്ടവന് BPL-കാർക്ക് അരി കൊടുക്കും. അത് വെറുതെ ആളുകളെ പറഞ്ഞു പറ്റിച്ചല്ല. ഈ മെയ് 13 കഴിഞ്ഞ് വരുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു കഴിയുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിൽ ആവശ്യമായ തുക കൊള്ളിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് മുഴുവൻ BPL-കാർക്കും 1 രൂപയ്ക്ക് അരിയും APL-കാർക്ക് 2 രൂപയ്ക്ക് അരിയും കൊടുക്കും. പറയുന്നത് പ്രവർത്തിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഇപ്പോ വികസനം എന്ന് പറഞ്ഞ